നമസ്കാരം. ഭരണസമിതിയിലെ 17 അംഗങ്ങളാണ് അമ്മയിൽ നിന്നും ഇപ്പോൾ രാജിവെച്ചത്. മോഹൻലാൽ ഉൾപ്പെടെയുള്ള 17 പേരാണ് അമ്മയിൽ കൂട്ടരാജി നൽകിയിരിക്കുന്നത്. മോഹൻലാൽ സ്വയം സന്നദ്ധനായിട്ടാണ് രാജി നൽകിയത്. വിമർശിച്ചതിനും തിരുത്തിയതിനും നന്ദിയുണ്ടെന്നും മോഹൻലാൽ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ അമ്മയുടെ തലപ്പത്ത് യുവാക്കൾ കടന്നു വരണമെന്നും നടി ഉഷ ഒരു പ്രസ്താവന പറയുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലെ ലൈംഗികാരോപണങ്ങളെ തുടർന്ന് കേരള ഗതാഗത മന്ത്രി കെ ഗണേഷ് കുമാർ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് സാംസ്കാരിക മന്ത്രിയുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് പ്രതികരിക്കാൻ വിസമ്മതിച്ചു. ഇതിൽ സാംസ്കാരിക മന്ത്രി വിശദീകരണം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാം സാംസ്കാരിക മന്ത്രി പരിഹരിക്കും. ഈ വിഷയത്തിൽ തനിക്കിപ്പോൾ അഭിപ്രായം പറയാൻ കഴിയില്ലെന്നും ഗതാഗത മന്ത്രി എന്ന നിലയിൽ മാധ്യമങ്ങളുടെ നിരന്തരമായ പിന്തുടരൽ അനാവശ്യവും വിഷമവുമാണെന്നും കൂടി അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കി. 23 വർഷമായി മാധ്യമങ്ങൾ തന്നെ ലക്ഷ്യമിട്ടുവെന്നും എന്നാൽ ചൂഷണം ചെയ്യാൻ ഒന്നുമില്ലാതായപ്പോൾ എല്ലാവരും മടങ്ങിപ്പോയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഓഗസ്റ്റ് 19 ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ വ്യവസായം കടുത്ത നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളോടുള്ള പെരുമാറ്റവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥാപരമായ പ്രശ്നങ്ങൾ റിപ്പോർട്ട് വളരെ വ്യക്തമായി തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ വെളിപ്പെടുത്തലുകൾ പൊതുജനങ്ങളുടെ നിരീക്ഷണം വർദ്ധിപ്പിക്കുകയും വ്യവസായത്തിനുള്ളിൽ കാര്യമായ കുതിച്ചുചാട്ടത്തിന് കാരണമാവുകയും ചെയ്തു. പ്രമുഖ മലയാള ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിനെതിരെ മോശം പെരുമാറ്റം ആരോപിച്ച് ബംഗാളി നടി ശ്രീലേഖ മിത്ര കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കാനും കൂടി രഞ്ജിത്തിന് കാരണമായി. അതേസമയം കേരളത്തിന്റെ സാംസ്കാരിക യുവജനകാര്യമന്ത്രി സജി ചെറിയാൻ സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവ് നൽകിയിട്ടുമുണ്ട്. സർക്കാർ ആരെയും സംരക്ഷിക്കുന്നില്ലെന്നും രഞ്ജിത്തിനെതിരായ ആരോപണം സ്ഥിരീകരിച്ചാൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രഞ്ജിത്തിനെ ഉടൻ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും സർക്കാർ നടപടികളുടെ അഭാവത്തെ വിമർശിക്കുകയും ചെയ്ത ചലച്ചിത്ര നിർമ്മാതാവ് ബിജുവിൽ നിന്നും ഈ അഴിമതി ശക്തമായ പ്രതികരണങ്ങൾക്ക് കാരണമായി എന്ന് തന്നെ നമുക്ക് പറയാം. കൂടാതെ അമ്മ ജനറൽ സെക്രട്ടറി കൂടിയായ നടൻ സിദ്ദിഖിനെതിരെ നടി രേവതി സമ്പത്ത് പരസ്യമായി ലൈംഗികാരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നുവല്ലോ. രേവതി സമ്പത്ത് സിദ്ദിഖുമായുള്ള ഒരു വിഷമകരമായ അനുഭവം പങ്കുവച്ചത് പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ കണ്ടതുമാണ്. ഒരു പ്രൊഫഷണൽ മീറ്റിംഗ് ആക്രമണവും ഭീഷണിയും ഉൾപ്പെടുന്ന ദുരിതപൂർണമായ ഏറ്റുമുട്ടലായി മാറിയെന്നായിരുന്നു രേവതി സമ്പത്ത് വെളിപ്പെടുത്തിയത്. എന്നാൽ മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള സിനിമാ രംഗത്തെ പ്രമുഖർ അടങ്ങുന്ന ഈ അമ്മ എന്ന സംഘടനയിലുള്ളവർ ഈ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയല്ലേ ചെയ്തിരുന്നത്. ആദ്യം സിനിമാ മേഖലയെ ഒന്നടങ്കം നിയന്ത്രിക്കുന്ന ചെറുതും വലുതുമായ ഒരു ഗ്രൂപ്പിന്റെ അവകാശവാദങ്ങൾ അതിന്റെ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് നിരസിക്കുകയും ലൈംഗിക പീഡനം വ്യാപകമാണെന്ന ധാരണയെ തർക്കിക്കുകയും ചെയ്തിരുന്നു. മിക്ക പരാതികളും പേയ്മെന്റ് കാലതാമസത്തെക്കുറിച്ചോ പണമടയ്ക്കാത്തതിനെ കുറിച്ചോ ആണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 5 വർഷമായി സിനിമാ സെറ്റുകളിലെ സ്ത്രീകളുടെ അവസ്ഥ ഗണ്യമായി മെച്ചപ്പെടുകയും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ലഭ്യമാണെന്നും കൂടി സിദ്ദീഖ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞതെല്ലാം സ്വന്തം മുഖം രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.